ഉത്രാടം, തിരുവോണം, അവിട്ടം, മകം, പൂരം, ഉത്രം, കാർത്തിക, രോഹിണി, മകയിരം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ നവംബർ മാസം 6-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ഈ ഒരു ദിവസം നിങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യമറിയിക്കുന്നവയാണ് എന്നതിലുപരിയായി ഈ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകുന്ന പല അനുഭവങ്ങളും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകളെ വരെ തിരുത്തി കുറിക്കുവാൻ കാരണമാകുന്നവയുമായിരിക്കും. അതായത് പൊതുവെ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ഒരു നിഗമനത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ പല വ്യക്തികൾക്കും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലും എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടാകുവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ചില ധാരണകൾ വച്ചു പുലർത്തുന്നവരായിരിക്കും. ഇനി മറ്റു ചിലർക്കാണെങ്കിൽ ചില ശുഭകാര്യങ്ങളെപ്പറ്റി വളരെയധികം പ്രതീക്ഷയും ഒപ്പം തന്നെ അവയെല്ലാം നല്ല രീതിയിൽ നടക്കുമോ എന്നുള്ള ആശങ്കയുമായിരിക്കും മനസ്സിലുള്ളത്. എന്നാൽ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലും ജ്യോതിഷ ഫലങ്ങളനുസരിച്ച് കാണുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് ഉപരിയായി ഉള്ളവയാണെന്ന് മാത്രമല്ല, ഇതിൽ പറയുവാൻ പോകുന്ന പല കാര്യങ്ങളും ഉടനടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നവംബർ മാസം 6-ാം തീയതി വ്യാഴാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ കാരണമാകുന്നത് വ്യതിപത യോഗം സിദ്ധിക്കുന്നതിനാലാണ്. അതായത് സൂര്യനും ചന്ദ്രനും സമാസമം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന തരത്തിലുള്ള സമയമാണ് ഇത്. ഈ ഒരു യോഗം സിദ്ധിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്ന പല കാര്യങ്ങളും വാക്കുകൾക്ക് അതീതമായിരിക്കും. അപ്രകാരം നോക്കുമ്പോൾ ഇതിൽ ഒന്നാമതായി ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച വ്യതിപത യോഗം സിദ്ധിക്കുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരായിട്ടുള്ള ഈ 3 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹത്തെയും നിമിഷ നേരം കൊണ്ട് സാധിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നത്. എന്നിരുന്നാൽ പോലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള മകരം രാശിക്കാരിൽ പല വ്യക്തികളും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കണക്കുകൂട്ടി വച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും ചില പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളുമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ എല്ലാം കാര്യതടസ്സങ്ങളും പല വിധത്തിലും ധനനഷ്ടങ്ങളും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു വിധത്തിലും നിങ്ങളുടെ ഭാവിയിൽ ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് പോലും വിശ്വസിക്കുവാൻ ചില വ്യക്തികൾക്ക് കഴിയുന്നില്ല. എന്നാൽ മകരം രാശിക്കാരായിട്ടുള്ള ഈ 3 നക്ഷത്രക്കാർക്കും ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച വ്യതിപത യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികമായിരിക്കും. പ്രത്യേകിച്ച്
മകരം രാശിക്കാരിൽ നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കിയിരുന്ന ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഈ ഒരു ദിവസം പരിഹാരം കാണുവാനും അവ പരിഹരിക്കപ്പെടുന്നതിലൂടെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചില മകരം രാശിക്കാരായിട്ടുള്ള മക്കളും മാതാപിതാക്കളും തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് നാളുകളായി നിലനിൽക്കുകയും ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെ തന്നെ വളരെയധികം ബാധിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വ്യതിപത യോഗം സിദ്ധിക്കുന്ന സമയത്ത് അത്തരത്തിൽ ഒരു സമാധാനക്കേട് നിറഞ്ഞ അവസ്ഥ അനുഭവിച്ചിരുന്ന ചില മാതാപിതാക്കൾക്കും മക്കൾക്കും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും ഒപ്പം തന്നെ പരസ്പര സ്നേഹത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള യോഗം കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഉടനെയെങ്ങും നിങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കടബാധ്യത നിങ്ങളുടെ തലയ്ക്ക് അത്ര വലിയ ഭാരമായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഒരു തുക തിരികെ കൊടുത്തു തീർക്കുവാനുള്ള ഒരു വഴികളും നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഇല്ലതാനും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വ്യതിപത യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുകയും ഒരുമിച്ചല്ലെങ്കിലും വലിയ കാലതാമസമില്ലാതെ തന്നെ തവണ തവണയായി നിങ്ങൾക്ക് ആ കടബാധ്യതയിൽ നിന്ന് ഒരു പരിഹാരം കാണുവാനുള്ള ഭാഗ്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി എങ്ങനെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് ചിന്തിച്ച് കിടന്നാൽ ഉറക്കം പോലുമില്ലാതെ ജീവിതത്തിൽ പിരിമുറക്കം മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ മറുപടി നൽകുകയും നിങ്ങൾ ജീവിതത്തിൽ ഒരു പുരോഗതി ഉടനടി കാണുകയും ചെയ്യും. ഇനി ഇതിൽ ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ തരത്തിലുള്ള ചതിവുകൾ തിരിച്ചറിയുകയും അതിനാൽ മാനസികമായി തകർന്നിരിക്കുകയും ചെയ്യുന്ന ചില മകരം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സമാധാനവും ജീവിതവും തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചത് എന്നതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം വളരെയധികം ധനനഷ്ടവും നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വിവാഹബന്ധം വേർപിരിയലിൻ്റെ വക്കിൽ വന്ന് നിൽക്കുമ്പോഴും ഇനി അടുത്ത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഭയമാണ്. എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു മകരം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ വ്യതിപത യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പരിഹാരം കാണുവാൻ നിങ്ങളാൽ കഴിയുകയും ഒപ്പം തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ പോസിറ്റീവായ രീതിയിൽ തന്നെ കൊണ്ടുപോകുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ പ്രത്യേകിച്ച് ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച മകരം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ അത്രയധികം ആഗ്രഹിച്ച എന്തൊക്കെയോ ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള യോഗമുണ്ടാവുകയും അത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ വിധത്തിലും മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. ഇനി രണ്ടാമതായി ഈ നവംബർ മാസം 6-ാം തീയതി വ്യാഴാഴ്ച വ്യതിപത യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഉയർച്ചകൾ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരിൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകൾക്കും ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. അതായത് എപ്പോഴും മാനസിക പിരിമുറുക്കങ്ങളും ദുഃഖവുമല്ലാതെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അനുഭവങ്ങളും
കുറച്ച് നാളുകളായി ജീവിതത്തിൽ ഉണ്ടാകുന്നതേയില്ല. പ്രതിസന്ധികൾ ഓരോന്നും ജീവിതത്തിൽ അധികരിക്കുന്നു എന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടുവാൻ പോലും കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും മറികടന്നുകൊണ്ട് പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുവാനുള്ള ആത്മവിശ്വാസവും മാനസിക ധൈര്യവും ഉണ്ടാവുകയും നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാനും പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ വ്യതിപത യോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കാണുവാൻ കഴിയും. അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരുന്നതിനാൽ ജീവിതത്തിൽ ഒരു മരവിപ്പ് അനുഭവിക്കുന്ന ചില ചിങ്ങം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് രോഗാവസ്ഥകൾ നേരിടുന്നതിനാൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ ജീവിതത്തിൽ വന്ന ചില അവസരങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ വരെ ഇതിൽ ചില ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസരം നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയ നഷ്ടമായിരുന്നു. എന്നാൽ ഈ നവംബർ മാസം 6-ാം തീയതി വ്യാഴാഴ്ച വ്യതിപത യോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ടാവുകയും ഇപ്പോൾ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയുന്ന തരത്തിൽ ചില കൃത്യമായ വൈദ്യപരിഹാരം തേടുവാൻ കഴിയുകയും ചെയ്യും. അതായത് ഈ സമയത്ത് നിങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടി വന്നാൽ പോലും അത് നിങ്ങളെ മികച്ച ആരോഗ്യത്തിലേക്ക് തന്നെയായിരിക്കും എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമയമായിട്ട് പോലും ആശുപത്രിയിൽ പോകേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഇനി അതുപോലെ ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച ചില ചിങ്ങം രാശിക്കാർക്ക് ചില പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാനും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഈ വ്യതിപത യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലാവുന്ന തരത്തിലുള്ള ചില പോസിറ്റീവായ അനുഭവങ്ങളായിരിക്കും നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്നത്. ഒപ്പം തന്നെ സാമ്പത്തികമായ പല നേട്ടങ്ങളും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുകയും കടം വാങ്ങിയ തുകകളൊക്കെ തിരികെ നൽകുവാനുള്ള സാമ്പത്തിക വഴികൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കുവാൻ കഴിയും എന്നതുപോലെ തന്നെ നിങ്ങൾ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന പണം ചിങ്ങം രാശിക്കാർക്ക് തിരികെ ലഭിക്കുവാനുള്ള യോഗവും ഈ സമയത്ത് കാണുന്നുണ്ട്. അതായത് ഒരു വിധത്തിലും നിങ്ങൾക്ക് ധനനഷ്ടമുണ്ടാകാത്ത തരത്തിലാണ് ഈ വ്യതിപത യോഗം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ പോകുന്നത്. ഇനി എടുത്തു പറയേണ്ടത് ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഏതെങ്കിലും ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെയേറെ ഭാഗ്യസൂചകമാണ് എന്നതാണ്. അതായത് നിങ്ങളുടെ ജന്മദിനത്തിൽ തന്നെ ഈ ഭാഗ്യയോഗം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനാൽ തുടർച്ചയായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് എത്തുകയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഏതെങ്കിലും ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി ഇതിനെല്ലാം പുറമെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ ചില അനുഭവങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹമുണ്ടായിട്ടും ഇതുവരെ ഏറ്റെടുത്ത് ചെയ്യുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ഒരു കൂട്ടം ആളുകളുടെ മേൽനോട്ടം വഹിക്കുവാനുള്ള ചുമതല നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുവാൻ പരമാവധി ശ്രമിക്കുക. കാരണം
ഇത്തരത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് കർമ്മമേഖലയിൽ കൂടുതൽ ഉയർച്ച നേടുവാനുള്ള ആദ്യ ചവിട്ടുപടി തന്നെയാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അവയെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ചെടുക്കുവാനും പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുവാനുമുള്ള യോഗമാണ് നിങ്ങൾക്ക് ഈ വ്യതിപത യോഗം കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി ഈ വ്യതിപത യോഗം ഭാഗ്യമായി വരുന്നതിനാൽ ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുതിയ ചില അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന സമയമായിട്ടാണ് ഫലപ്രകാരം കാണുന്നത്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ പിറന്ന ചില വ്യക്തികൾ എന്തൊക്കെയോ ദുഃഖങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സ് വളരെയധികം നീറുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങളെയോ ഇല്ലായ്മകളെയോ എല്ലാവരുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ തീർത്തും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ജീവിതത്തെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനായി നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും പ്രയത്നവുമെല്ലാം ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയാണ് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരാറുള്ളത്. അതായത് എന്തെങ്കിലും ഒരു വിജയം ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ശ്രമിക്കും തോറും അടിപതറി താഴേക്ക് വീഴുന്ന അവസ്ഥ. അത് സാമ്പത്തിക കാര്യങ്ങളിലായിരുന്നാലും ജീവിതത്തിലെ മറ്റുള്ള സാഹചര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇതേ അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം വിപരീതമായി നിങ്ങളുടെ ജീവിതത്തിലെ പല ദുഃഖകരമായ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുന്ന തരത്തിൽ ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില മംഗളകരമായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ഒരു ദിവസം. മാത്രമല്ല മനസ്സിൽ എന്തൊക്കെയോ ദുഃഖങ്ങൾ വളരെയധികം അനുഭവിച്ചിരുന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയോട് പങ്കുവെക്കുവാൻ കഴിയുകയും ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുണകരമായ സ്വാധീനത്താൽ സൃഷ്ടിക്കപ്പെടുന്ന വ്യതിപത യോഗത്താൽ ധനനേട്ടങ്ങളും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതിലും ഉപരിയായി വന്നു ചേരുന്ന സമയമായിരിക്കും ഇത്. പ്രത്യേകിച്ച് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങൾ തുടങ്ങി വച്ചിരുന്ന ചില നിക്ഷേപ പദ്ധതികളിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ ചില തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയും ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതായത് എപ്പോഴും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയും കടബാധ്യതകളും കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന ഇടവം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ മറ്റുള്ള ജീവിത മേഖലകളിലും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് ഈ യോഗത്താൽ വന്നു ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച ഇടവം രാശിക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഈശ്വരാധീനം മുറുകെ പിടിച്ചുകൊണ്ട് ചില ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യവും വളരെയധികമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു വിധത്തിലുള്ള ഭയത്തിൻ്റെയും ആവശ്യമില്ല. അതായത് ഏറ്റവും മികച്ച ആരോഗ്യത്തോടെ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് വരുന്ന ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ കണ്ട് ഈശ്വരനോട് നന്ദി പറയുവാനും കഴിയുന്ന തരത്തിലാണ് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ വ്യതിപത യോഗം സമ്മാനിക്കുവാൻ പോകുന്നത് ഭാഗ്യങ്ങളും ഉയർച്ചകളും ആയിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.